ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ് അല്ലേ. മഴ, കട്ടൻ, ജോൺസൺ മാഷ് എന്നൊക്കെ പറഞ്ഞ് നൊസ്റ്റാൾജിയ ആഘോഷിക്കുകയും ആ ഓർമ്മകളെ കൂടെ കൊണ്ട് നടക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ മലയാളികൾ. അതൊക്കെ ആയിരുന്നടാ സമയം, അന്ന് എന്തൊരു പൊളിയായിരുന്നില്ലേ എന്ന് പറയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് പഴയ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന സമയത്തൊക്കെ ഈ നൊസ്റ്റാൾജിയ ഏവറക്കൽ മെയിൻ പരിപാടിയാണ്. ഈ ഒരു നൊസ്റ്റാൾജിയുടെ ഭാഗമായി വന്ന പ്രതിഭാസമാണ് ഈ ആലുമിനി മീറ്റുകൾ അഥവാ ഗെറ്റ് ടുഗദറുകൾ. പണ്ട് 10ാം ക്ലാസ്സിലും +2ലും ഒക്കെ ഒരുമിച്ച് പഠിച്ചവരെല്ലാവരും കൂടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുകൂടുന്ന പരിപാടി. കുറച്ച് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ സ്ഥിരമായി നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഗെറ്റ് ടുഗദറുകൾ അല്ലേ. ഈ ഗ്ലാസ്മേറ്റ് സിനിമയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഈ ഗെറ്റ് ടുഗദറുകൾ ഇത്ര വ്യാപകമായത്. സംഭവം നല്ല പരിപാടിയാണ്. ജീവിതത്തിലെ തിരക്കുകളും ടെൻഷനുകളും എല്ലാം മാറ്റിവെച്ച് പഴയ കാലത്തുകളിലെ തിരിച്ചു എന്ന് പറയുമ്പോൾ അത് നല്ലൊരു രസമാണ്. പഴയ കൂട്ടുകാരും അവരുടെ കൂടെയുള്ള ഓർമ്മകളും ഒക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് റിഫ്രഷ് ചെയ്യും. നമ്മുടെ പ്രായം കുറഞ്ഞ പോലെ തോന്നും. പക്ഷെ ഇങ്ങനെയുള്ള ഗെറ്റ് ടുഗദറുകളിൽ പഴയ കൂട്ടുകാർ മാത്രമല്ല, പഴയ കാമുകന്മാരും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുമെന്നും എല്ലാവർക്കും അറിയാലോ. പണ്ട് മരം ചുറ്റി പ്രണയിച്ച പാർട്ടികളാണ്, ലവ് ലെറ്റർ കൈമാറിയിരുന്ന ജനറേഷനാണ്. അന്നത്തെ 10ലെയും +2ലെയും പ്രണയങ്ങളൊന്നും മിക്കവാറും പൂവണിയാറില്ല. കാരണം പഠിപ്പ് പൂർണ്ണമാവുന്നതിന് മുമ്പ് തന്നെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിടാറാണല്ലോ പതിവ്. കാമുകനാണെങ്കിൽ ആ സമയത്ത് പൊടിമീശ പോലും മുറിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ അന്നത്തെ വിരഹ കാമുകന്മാരും ഗെറ്റ് ടുഗദറുകളിൽ ഇതുപോലെ കണ്ടുമുട്ടും, ഫോൺ നമ്പറുകൾ കൈമാറും. ഈ ഗെറ്റ് ടുഗദറുകൾ നടക്കുന്ന സമയത്ത് പലരുടെയും ജീവിത സാഹചര്യങ്ങൾ പണ്ടത്തേതിനേക്കാളും ഒരുപാട് മാറിയിട്ടുണ്ടാകും. ചിലർ സന്തുഷ്ടമല്ലാത്ത വിവാഹ ജീവിതം കൊണ്ട് നടക്കുന്നവരായിരിക്കും, ചിലർ ഡിവോഴ്സ് ആകും, ചിലപ്പോൾ പഴയ കാമുകി ഡിവോഴ്സ് ആയിട്ടുണ്ടാകും, കാമുകൻ കല്യാണമൊക്കെ കഴിച്ച് ഹാപ്പിയായി ജീവിക്കുകയായിരിക്കും. അങ്ങനെ പലർക്കും പല സാഹചര്യങ്ങളായിരിക്കും. എന്തായാലും അങ്ങനെ പരസ്പരം ഓർമ്മകളൊക്കെ പുതുക്കി ഫോൺ നമ്പറുകളൊക്കെ കൈമാറി പിരിയുന്ന പഴയ കൂട്ടുകാരിലെ കാമുകന്മാരും ഈ പണ്ട് ക്രഷ് തോന്നിയവരും ഒക്കെ ഫോൺ കോളിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ വീണ്ടും ചങ്ങാത്തത്തിലാകും. സൗഹൃദം പണ്ടത്തേതിനേക്കാളും ദൃഢമാകും. രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവുമല്ലോ. അങ്ങനെ സംസാരിച്ച് സൗഹൃദം താണ്ടി പഴയ പ്രണയിനികളായി ഇവർ വീണ്ടും മാറും. അത് പിന്നെ അവിഹിത ബന്ധമാവും. വീട്ടിലറിയും. പണ്ട് പ്രണയിച്ച സമയത്ത് വീട്ടിൽ പിടിച്ച പോലല്ല, ഇത്തവണ വീട്ടിൽ പിടിക്കുന്നതോടെ കുടുംബം തന്നെ തകരും. ഇങ്ങനെ ചില സംഭവങ്ങളിലും ഈ അടുത്ത കാലത്തായി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഗെറ്റ് ടുഗദറുകളിൽ പോയി പഴയ കാമുകന്മാർ വീണ്ടും അടുപ്പത്തിലായ സംഭവങ്ങൾ കോമൺ ആയി നടക്കുന്നുണ്ട് എന്നല്ലോ ഞാൻ പറഞ്ഞത്. പക്ഷെ തീർത്തും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒന്നും പറയാൻ പറ്റില്ല. ചർച്ച ചെയ്യപ്പെടാൻ മാത്രമുള്ള വലുപ്പത്തിൽ ഇങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഗെറ്റ് ടുഗദർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ നെറ്റി ചൊളിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഗെറ്റ് ടുഗദറുകൾക്ക് പറഞ്ഞയക്കാത്ത അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് നമ്മൾ ഈ വിഷയം സംസാരിക്കാനുള്ള കാരണം ഇന്നലെ ഞാൻ യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ ആണ്. ഈ ആയിഷ ബഷീർ എന്ന് പറയുന്ന മോട്ടിവേഷൻ സ്പീക്കൊക്കെ ചെയ്യുന്ന പുള്ളിക്കാരി അവരുടെ കൂട്ടുകാരുടെ കസിൻ ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതുപോലെ ഗെറ്റ് ടുഗദറിന് പോയി അവിടെ വെച്ച് തന്നോട് പഠിക്കുന്ന കാലത്ത് ക്രഷ് ഉണ്ടായ ആളുമായി കൂടുതൽ അടുക്കുന്നു. അത് പിന്നെയും പ്രശ്നമാകുന്നു. നമ്മൾ എന്തായാലും ആയിഷ ബഷീർ തന്നെ ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇന്നലെ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ കസിൻ, ഓക്കെ, അവളുടെ പേഴ്സണലായിട്ട് അറിയാവുന്ന കസിനാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. അപ്പം ഞാൻ ആ കുട്ടിയോട് സംസാരിക്കുന്നു. ഇപ്പം തന്നെ സംസാരിക്കണം, അവൾ ആത്മഹത്യയുടെ വക്കിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഓക്കെ ഞാൻ സംസാരിച്ചേക്കാന്ന് കരുതി ഞാൻ കുട്ടിയോട് കോൾ ചെയ്ത സമയത്ത് കരച്ചിലാണ്. എന്താണ് ആ കുട്ടി കരയാൻ കണ്ടിട്ട് ലിറ്ററലി എൻ്റെ കണ്ണും കൂടെ നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ കരച്ചിലായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഒട്ടുമിക്ക കോൾസും എനിക്ക് വരുന്നത് അങ്ങനെയാണ്, കരഞ്ഞുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും പറയാം. കരയണമല്ലോ. സ്വന്തം കുടുംബം മറന്ന് ഇജാജ് അവീതം തേടി പോകുന്ന ആൾക്കാരൊക്കെ നല്ലോണം കരയണം. അവരോടൊന്നും ഒരു സഹതാപവും തോന്നേണ്ട ആവശ്യമില്ല. എന്തായാലും നിങ്ങൾ ബാക്കി പറയും. ഇതാണ് നല്ല നിലക്ക് ജീവിച്ചു പോകുന്ന ഒരു കുടുംബമായിരുന്നു. നല്ല നിലക്ക് ഭർത്താവും ഭാര്യയും 2 കുട്ടികളും ഉള്ള സമാധാന അന്തരീക്ഷത്തിൽ ജീവിച്ചു പോകുന്ന ഒരു ഫാമിലി ആയിരുന്നു. 10ാം ക്ലാസ്സിലെ റീയൂണിയൻ കഴിഞ്ഞു. അതായത് 10ാം ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അപ്പോൾ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു, അതായത് ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു. ഇവർ പോയി റീയൂണിയൻ കഴിഞ്ഞ് അന്ന് തൊട്ടിട്ട് ഇവളുടെ, അതായത് 10ാം ക്ലാസ്സിൽ ഇവളോട് ക്രഷ് അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു പയ്യനായിരുന്നു. ആ ഒരു പയ്യൻ ഇവളായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഇവളുടെ കാലങ്ങൾക്ക് ശേഷമാണ് പറയുന്നത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അന്ന് എനിക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ശേഷം ഇവർ നല്ല ഫ്രണ്ട്സായി. അപ്പോൾ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി കൊടുത്തു, അവൻ്റെ വൈഫിനെ ഇവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. 2 ഫാമിലിയും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല നിലക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ റെഗുലർ ബേസിലുള്ള കോൾസും മെസ്സേജസും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് അയക്കും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അയക്കും. തുടക്കത്തിലെല്ലാം ഫ്രണ്ട്ഷിപ്പ് തന്നെ ആയിരുന്നു. പിന്നെയാണ് ഡിസ്റ്റൻസ് ഉണ്ടായതില്ലേ. ഈ കുടുംബം കുട്ടികളൊക്കെ ആയിരുന്നു വിചാരിച്ച് ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിക്കുകയോ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം വേണം. പക്ഷെ ഫ്രണ്ട്ഷിപ്പായി തന്നെ നിൽക്കണമെന്ന് മാത്രം. പണ്ട് ക്രഷ് തോന്നിയിരുന്നു, അന്ന് ഇഷ്ടം പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന സൗഹൃദങ്ങളൊക്കെ ഒരു വരയ്ക്കപ്പുറം നിർത്താൻ കഴിയണം. എന്നാ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ബാക്കി കണ്ടോക്കാം. പിന്നെ ഇവൻ ഗ്രാജുവലി ഇവളുടെ ഫാമിലിയെ കുറിച്ചും ഇവന്റെ ഫാമിലിയെ കുറിച്ചും പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല. അപ്പോൾ ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവന്റെ 2 ഫാമിലി ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാരുടെ ഇടയിലും പോയിട്ടുണ്ടാവുക. അപ്പോൾ ഫാമിലി ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്ത് ഓവറോൾ ഇവളൊരു ഹാപ്പി ഫാമിലിയാണ്. അവനും അവൻ്റെ ഭാര്യനെ ജീവനാണ്. അപ്പം ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ഇവൾക്ക് അയച്ചു കൊടുക്കുന്നത്, ഞാൻ ഇത് ചൂസ് ചെയ്താൽ മതിയോ, എന്ന ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കാന്ന്. ഓഹോ,
ഇത്രയും കാലം ഇവൻ ഇവളോട് സജഷൻ ചോദിച്ചിട്ടൊന്നും വല്ല ഭാര്യയ്ക്ക് ഗിഫ്റ്റ് എടുത്ത് കൊടുത്തത്. ഇപ്പൊ അവന് പഴയ ക്രഷിന്റെ അഭിപ്രായം കൂടി അറിയണം പോലും. എന്നാൽ അവന് ഗിഫ്റ്റ് പോകുന്നു. ഇത് മറ്റേതാണ്, കഴപ്പ് തുടങ്ങിയ മക്കളെ. ബാക്കി പറയും. കാരണം ഭാര്യയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് ഞാൻ ലീവ് എടുത്തിട്ടിരിക്കുകയാണ്, അവൾക്ക് പീരിയഡ്സ് ആണ്, അതുകൊണ്ട് ഞാൻ അവളെ ടേക്ക് കെയർ ചെയ്യണം. ഇത് അയ്യന്റെ മോനെ, ഭാര്യയ്ക്ക് പീരീഡ്സ് ആയതുകൊണ്ട് ലീവ് എടുത്ത് അവരെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു മുതല് ഇയാളുണ്ട് കേട്ടോ മോനെ. ഞാനൊരു കെയറിംഗ് ആയിട്ടാണെന്ന് പഴയ ക്രഷിന്റെ അടുത്ത് എങ്ങനെയും അറിയിക്കണം, അവളൊന്ന് ഇംപ്രസ് ചെയ്യണം. അതിനുള്ള പരിപാടിയാണ്. ഭാര്യ പീരീഡ്സിന്റെ വേദന സഹിച്ച് അടുക്കളയിൽ പാത്രം കഴുകായിരിക്കും. അതിന്റെ ഇടയിലാണ് അവന്റെ തൂറ്റായി കളി. ഭാര്യയ്ക്ക് പീരീഡ്സ് വേദന ഇവന് വീണ വായന കൊള്ളാം. അല്ലെങ്കിലും ഈ കെയറിംഗ് വെച്ചാണ് സകലരും പെണ്ണുങ്ങളെ വീഴ്ത്തുന്നത് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ചില പെണ്ണുങ്ങൾക്ക് കെയറിങ്ങിനോട് വല്ലാത്ത ആസക്തി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളൊക്കെ ഒരു ഇത്തിരി കെയറിംഗ് കിട്ടാൻ വേണ്ടി ദാഹിച്ച് വലഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും ഇത്തരം കഴപ്പന്മാര് കെയറിംഗ് നിറച്ച് ചെമ്പട്ടിയും തലയിൽ വെച്ച് ആ വഴിക്ക് വരുന്നത്. കെയറിംഗ് വേണോ പോയി മറ്റേ മീൻ വിൽക്കുന്ന പോലാണ് ഇവരുടെ പരിപാടി. പെണ്ണുങ്ങളും മോശമല്ല, അവര് കൃത്യമായിട്ട് ചെമ്പട്ടിയിൽ പോയി ചാടുകയും ചെയ്യും. എനിക്കിപ്പോഴും എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു ഓർമ്മ ഉണ്ട്. അവന് +2 പഠിക്കുന്ന സമയത്ത് അവന്റെ നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളെന്തോ ഒരു ക്യാമ്പിന്റെ ഭാഗമായിട്ട് സീനിയേഴ്സിന്റെ കൂടെ ട്രിപ്പ് പോയി. ഇവനാണെങ്കിൽ ക്യാമ്പിനൊന്നും ഇല്ലാത്തതുകൊണ്ട് പോയില്ല. അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വന്നു. വന്നതിന് ശേഷം പഴയ മൈൻഡ് ഒന്നുമില്ല. ചോദിച്ചപ്പോ അവള് പറയാണ്, നിന്നൊക്കെ എന്തിനാ പറ്റാ, ആ മറ്റേ കാക്കനെ കണ്ടുപഠിക്കും. ട്രിപ്പ് പോയപ്പോ എന്തൊരു കെയറിംഗ് ആയിരുന്നു എന്നറിയോ? നമുക്കാണെങ്കിൽ ഈ കെയറിംഗ് എന്താണെന്ന് പോലും അറിയില്ല. ഇത് കേട്ടപ്പോ പകച്ചു പോയ എന്റെ ബാല്യം. ഈ കെയറിംഗ് വല്ലാത്തൊരു സംഭവം തന്നെ അല്ലേ? എന്തായാലും മാക്കിയോട് കേട്ടു നോക്കാം. അവള് ആഗ്രഹിക്കാൻ തുടങ്ങി, ഇവനെ പോലെയുള്ള ഭർത്താവായിരുന്നു എന്റേതെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നേനെ എന്നുള്ളൊരു ചിന്തയിലോട്ട് ഈ കുട്ടി വരാൻ തുടങ്ങി. അപ്പൊ ശരി, ഒരു കുഴപ്പമില്ലാണ്ട് നല്ലപോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. കെയറിംഗ് ആയിട്ടായി ചെമ്പട്ടിയും കൊണ്ടുവന്നു. ദേ കിടക്കുന്നു കാന്താരി പെണ്ണ് ഫ്ലാറ്റ്. പിന്നെ ഭർത്താവിന് അത്രയും കാര്യമില്ലാത്ത കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു. അതാക്കുന്നു ഇതാക്കുന്നു. ഇതൊക്കെ കാണണം. ബാക്കി കണ്ടോക്കാം. ഇവനും ഈ ഒരു പതിയെ അതായത് ഇവളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവന് സ്വാഭാവികമായിട്ടും എന്ത് പറയാൻ തുടങ്ങി, ഞാൻ എൻ്റെ ഭാര്യനെ ഇത്രയധികം സ്നേഹിച്ചിട്ടും ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും അവൾക്ക് എന്നോട് സ്നേഹം കുറഞ്ഞു വരുന്നുണ്ട്, അല്ലെങ്കിൽ അവൾ എന്നെ വേണ്ട പോലെ പരിഗണിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവന്റെ ദുഃഖങ്ങൾ എന്നുള്ള രീതിയിൽ ഇവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ശരി, എന്നെ പെണ്ണുമ്പിള്ളക്ക് എന്നെ സ്നേഹിക്കാൻ തീരെ നേരില്ല, എനിക്ക് ഇത്തിരി സ്നേഹം താ മോളെ, പകരം ഒരു ചെമ്പട്ടി നിറയെ കെയറിങ് തരാൻ ഈ തീട്ടായി. ഒരു ഇറ്റ് സ്നേഹത്തിന് വേണ്ടി ഈ കുറുമ്പൻ അലഞ്ഞു നടക്കുകയാണ്. നിന്റെ കയ്യിൽ സ്നേഹമുണ്ട്, എന്റെ കയ്യിലാണെങ്കിൽ കെയറിംഗും ഉണ്ട്, നമുക്കത് പരസ്പരം പങ്കുവെക്കാം. ബാക്കി പറഞ്ഞോട്ടെ. പോയി അതിനുശേഷം ഇവൻ ഇവളെ പ്രൈവറ്റ് ആയിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് ഓക്കെ കണ്ടേക്കാം എന്ന് കരുതി ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് തന്നെയാണ് പോയത്, എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകണമെന്ന്. പക്ഷെ ഹസ്ബൻഡിന് അറിയില്ല ഈ വരുന്ന ഫ്രണ്ട് ഇവനാണെന്നുള്ളത്. ആക്ച്വലി ഇവന് പോയി കണ്ട സമയത്ത് ഇവൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ സംസാരിക്കുന്ന, ചായ കുടിക്കുന്ന, പിരിയുന്ന എന്നുള്ളതായിരുന്നു. ഇവൻ കണ്ട ഉടനെ ഇവളെ കയറി ഹഗ് ചെയ്തു. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഹസ്ബൻഡ് അല്ലാതെ അല്ലെങ്കിൽ ഇവൾക്ക് വേണ്ടപ്പെടുന്ന ആൾക്കാരല്ലാതെ വേറെ ആരും ഇവളെ ടച്ച് ചെയ്തിട്ട് ഇവൾക്ക് ശീലമല്ല. ആ ഒരു പെൺകുട്ടി അത്രയും അവളുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഇവൻ കണ്ട ഉടനെ ഹഗ് ചെയ്ത സമയത്ത് ഇവൾക്ക് അത് ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആവുകയും ഇവൾ അത് പറയുകയും ചെയ്തു. ശരി, വിശ്വസിച്ച് പ്രൈവറ്റ് ആയി കാണാൻ പോയതല്ല, അതും ഭർത്താവിനോട് കള്ളം പറഞ്ഞു. എന്നിട്ട് കാമുകം കെട്ടിപ്പിടിച്ചപ്പോൾ ഡിസ്കംഫർട്ട് ആയി പോലും. ഇത് അവൾ നിങ്ങളോട് പറഞ്ഞ കഥയല്ലേ, നല്ലോണം വിശ്വസിച്ച്. നിങ്ങൾ ഏറ്റായെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്താതെ അവീതാകുമ്പോൾ രണ്ടുപേരുടെയും ഭാഗത്ത് ഈക്വലി തെറ്റുണ്ടാകും. ഈ പെണ്ണി ഈ ചെക്കന്റെ ട്രാപ്പിൽ വീണ് പോയി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയുന്നത്. അവളെന്തിനാണ് ട്രാപ്പിൽ വീഴാൻ പോയത്? നല്ലപോലെ ജീവിച്ചു പോവായിരുന്നല്ലോ. അപ്പൊ അധികം വെളുപ്പിക്കണ്ട, ആണും പെണ്ണും രണ്ടും കണക്ക് തന്നെ. ബാക്കി പറഞ്ഞോട്ടെ. ബോധത്തിലോട്ടൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലോട്ട്, അതായത് ലിബറലായിട്ട് കാണുന്ന ഒരു ചിന്താഗതി ഈ ഒരു കുട്ടിയിലോട്ട് ഇൻഡയറക്ട്ലി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് അല്ലേ എല്ലാം ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്നുള്ളത്. പക്ഷേ ഇവളുടെ ശരീരത്തിലോട്ടുള്ള ഒരു കടന്നുകയറ്റം അവൾക്ക് ഫീൽ ചെയ്ത സമയത്ത് ഇവൾ എന്ത് ചെയ്തു, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങി. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇയാൾ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം, ഇവർ വീഡിയോ കോൾ ചെയ്യായിരുന്നല്ലോ. നോർമൽ തന്നെയാണ്, വീട്ടിലിരിക്കുമ്പോൾ ഇടുന്ന കോസ്റ്റ്യൂമൊക്കെ തന്നെയാണ്. പക്ഷേ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിനെ കുറ്റം പറയുന്നത് ഇയാളെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവളുടെ സൈഡിൽ നിന്ന് ഇവളുടെ കുടുംബം കലക്കാൻ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അയാളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇവള് ഡിസ്റ്റൻസ് ഇട്ടു. ഇത് പതിയെ അതായത് ഈ കുട്ടി പ്രത്യേകിച്ച് ഒരു അവിഹിതമൊന്നും ചിന്തിക്കാത്തൊരു കുട്ടി ആയിരുന്നത് കൊണ്ട് തന്നെ എന്നിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരെ തേടി വന്നു എന്നുള്ളതാണ്. പക്ഷെ പ്രശ്നം എന്താ പറ്റിച്ചാൽ ഒരു സുഹൃത്ത് എന്നുള്ള നിലക്ക് മാത്രമല്ല ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മേലെ ഒരു ചില മൊമെന്റ്സിൽ അവൻ ഇവളെ സമാധാനിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ മേലെ ടോക്ക് വന്നിട്ടുണ്ട്. ചില മൊമെന്റ്സിൽ ഇവൾ അവനെ സമാധാനിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബൗണ്ടറിക്ക് മേലെ ടോക്ക് വന്നിട്ടുണ്ട്. അതെ, ഒരു അവിഹിതത്തിനുള്ള മൈൻഡ് ഒന്നും പെണ്ണിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിഹിതം നടക്കാനുള്ള എല്ലാ പരിപാടിയും അവൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു മാത്രം. ഇവര് തമ്മിലുള്ള ചാറ്റുകളും വീഡിയോ കോളുകളും വെച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയതോടെയാണ് പെണ്ണിന് ബോധം വന്നത്. അതോടെ കരച്ചിലായി, പിഴിച്ചിലായി, ആത്മഹത്യ ചെയ്യുമെന്നായി. എന്തായാലും അങ്ങനെ ഒടുവിൽ പെണ്ണിന്റെ കസിന് മുഖാന്തരം ആയിഷ ബഷീറിനെ വിളിച്ചു. അങ്ങനെ അവരിടപെട്ട് ഈ പെണ്ണിന്റെ ഭർത്താവിനോടൊക്കെ സംസാരിച്ചു. ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. നല്ല കാര്യം, ഭർത്താവ് എല്ലാം കേട്ടിട്ടും അവള് സ്വീകരിക്കാൻ തയ്യാറായി എന്നാണ് പറയുന്നത്. പിന്നെ ആയിഷ പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പെണ്ണ് മുസ്ലിമും ആ ചെക്കൻ വേറെ ഏതോ മതത്തിൽപ്പെട്ട ഒരാളുമാണെന്നാണ്
എന്നാണ് പറയുന്നത്. എന്തോ അജണ്ടന്റെ പുറത്താണ് ഇവര് ഇവിടെ ട്രാപ്പിലാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മുസ്ലിം പയ്യൻ വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട പെണ്ണിനെ പ്രേമിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ ലവ് ജിഹാദ് എന്നും പറഞ്ഞ് വരാറില്ല കുറെ ടീംസ്. അതിന്റെ വേറൊരു വർഷനായിട്ട് എനിക്കും അതും തോന്നിയിട്ടുള്ളൂ. അവിഹിതത്തിന് എന്ത് മതം? അവിഹിതത്തിന് ആകെ ഒരു അജണ്ടയേ ഉള്ളൂ, അത് കഴപ്പാണ്. അതുകൊണ്ട് അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട. കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.